റേഷ്യോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു ക്ലാസ്സിലുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു കോളേജ് എടുക്കാം, ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അവരുടെ നമ്പറിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3/4. അല്ലെങ്കിൽ നമുക്ക് റേഷ്യോനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെ എന്താണ് ഇതിന് നമ്മൾ വായിക്കണത് ഈസ്2 എന്നാണ്. 3 2 ഡോട്ട് ഇട്ടിട്ട് നമുക്ക് അവിടെ 4 ഇട്ട് തന്നാൽ ഈ രീതിയിൽ നമുക്ക് തന്നാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ അവർ തന്നിട്ടുള്ളത് എന്താണ്, റേഷ്യോ ആണ്. ഇതിന് നമ്മൾ വായിക്കണം എങ്ങനെയാണ്, 3:4 എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിലുള്ള ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ 3:4 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്താണ്. അതായത് നമുക്കറിയാം ഒരു റിയൽ നമ്പർ ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ക്ലാസ്സിൽ ഒരു 70 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ആ ക്ലാസ്സിൽ ടോട്ടൽ ഒരു 70 കുട്ടികളുണ്ടെങ്കിൽ ആ 70ൻ്റെ 3 ഭാഗം ആരാണ്, ബോയ്സാണ്. ആ 70ൻ്റെ 4 ഭാഗം ആരാണ്, ഗേൾസാണ്. അപ്പോൾ എന്താണ് നമുക്കൊരു സംഭവത്തിൻ്റെ റേഷ്യോ തരുമ്പം ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മിൽക്ക് നമ്മൾ എടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മിൽക്ക് മേടിക്കുവാണ്. അപ്പോൾ നമ്മൾ പറയുവാണ് ആ മിൽക്കിൽ 2:3 ആണ് വാട്ടറിൻ്റെയും മിൽക്കിൻ്റെയും 2:3 വാട്ടറിൻ്റെയും മിൽക്കിൻ്റെയും റേഷ്യോ എന്ന് വിചാരിക്കുക. അതായത് എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ഒരു 20 ലിറ്റർ മിൽക്ക് എടുക്കുവാണെന്ന് വിചാരിക്കുക. ടോട്ടൽ നമ്മളൊരു 20 ലിറ്റർ മിൽക്ക് എടുക്കുവാണെങ്കിൽ ആ 20 ലിറ്റർ മിൽക്കിൻ്റെ 2 ഭാഗം എന്താണ്, വെള്ളമാണ്. ആ 20 ലിറ്റർ മിൽക്കിൻ്റെ 3 ഭാഗം എന്താണ്, 3 ഭാഗം എന്ന് പറയണത് മിൽക്കാണ്. ക്ലിയർ ആയോ? അപ്പം ഒരു റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു റേഷ്യോ 3/4 അല്ലെങ്കിൽ 3:4 എന്നൊക്കെ ആ റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്, ടോട്ടലിൻ്റെ അത് സംഭവം എന്ത് തന്നെ ആയാലും, അത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആവാം, എന്തെങ്കിലും കൗണ്ട് ആവാം, എമൗണ്ട് ആവാം, അല്ലെങ്കിൽ എന്താണ് പറയുക, ക്വാണ്ടിറ്റി ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ടോട്ടൽ ക്വാണ്ടിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് x:y എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ എന്തെങ്കിലും A എന്ന് പറയുന്ന സാധനവും B എന്ന് പറയുന്ന സാധനവുമാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ X പാർട്സ് എന്താണ്, A ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ Y പാർട്സ് എന്ന് പറയുന്നത് എന്താണ്, B ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പം നമുക്ക് x:y എന്ന് നമുക്കൊരു റേഷ്യോ അവർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടോട്ടലിൻ്റെ X പാർട്സ് എന്തെങ്കിലും ഒരു സംഭവമാണ്, ടോട്ടലിൻ്റെ Y പാർട്സ് ഏതെങ്കിലും ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള റേഷ്യോയുടെ വാല്യൂയിൽ നിന്ന് നമുക്ക് ആ വിത്ത് റെസ്പെക്ട് ടു ആ റേഷ്യോയ്ക്ക് അനുസരിച്ച് നമുക്കൊരു ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നമ്മുടെ റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ടോട്ടലാണ് x+y. റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ടോട്ടലാണ് x+y. ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മുടെ റേഷ്യോ എന്താണ്, 3:4 ആണ് അല്ലെങ്കിൽ 3/4 ആണ്. അപ്പം ഞാൻ പറഞ്ഞു റേഷ്യോക്ക് അനുസരിച്ചിട്ടുള്ള ടോട്ടൽ നമുക്ക് കിട്ടും എന്താണ്, 3 + 4 = 7 ആണ്. റേഷ്യോക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ടോട്ടൽ കിട്ടും എന്താണ്, 3 + 4 = 7 ആണ്. ഇനി നോക്കിക്കോളൂ, ഓരോ 7 കുട്ടികളും, ഞാൻ ആ ക്ലാസ്സിൽ ഓരോ 7 കുട്ടികളെയും എടുത്താൽ അതിൽ 3 പേര് ആരായിരിക്കും, ബോയ്സ് ആയിരിക്കും. അതിൽ 4 പേര് ആരായിരിക്കും, ഗേൾസ് ആയിരിക്കും. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ, ഇവിടുത്തെ നമ്മുടെ റേഷ്യോക്ക് അനുസരിച്ചിട്ടുള്ള ടോട്ടൽ എന്താണ്, 2 + 3 5 ആണ്. ഈ റേഷ്യോയിൽ തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പോൾ 2 + 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ 5 ലിറ്ററിലും, ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് 20 ലിറ്റർ ഉണ്ട്, അത് പോട്ടെ, ഇവിടെ നമ്മൾ വാട്ടർ മിൽക്കുമാണ്, ഓരോ 5 ലിറ്ററിലും 2 ലിറ്റർ വാട്ടറാണ്, 3 ലിറ്റർ ആരാണ്, 3 ലിറ്റർ എന്ന് പറയുന്നത് മിൽക്കാണ്. അപ്പോൾ ഈ വാല്യൂസ് നമുക്കറിയാമെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 ലിറ്റർ ആണ് എനിക്ക് ആ മിൽക്കിൻ്റെ ആ മിക്സ്ചർ എൻ്റെ കയ്യിലുള്ളതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എത്ര ലിറ്റർ ആണ് വാട്ടർ, എത്ര ലിറ്റർ ആണ് മിൽക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും, നോക്കിക്കോളൂ. 5 ലിറ്റർ നമ്മൾ പറഞ്ഞു ഇത് റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ടോട്ടലാണ് 5.
അപ്പോൾ റേഷ്യോക്ക് അനുസരിച്ചുള്ള ടോട്ടൽ 5 എന്ന് പറയുമ്പം ഓരോ 5 ലിറ്ററിലും 2 ലിറ്റർ എന്താണ്, 2 ലിറ്റർ വാട്ടറാണ്, 3 ലിറ്റർ മിൽക്കാണ്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ടോട്ടലിൽ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കും, എത്ര 5 ലിറ്റർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ എനിക്ക് പറയാം 5 ലിറ്റർ ഈസ് ഈക്വൽ ടു 100 ലിറ്റർ. സോ 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്, 20 ലിറ്റർ ആണ് അല്ലേ. അപ്പോൾ എത്ര ലിറ്റർ ആണ് നമുക്കുള്ളത്, 1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ളതിൽ എത്ര 5 ലിറ്റർ ഉണ്ട്, എനിക്ക് തന്നിട്ടുള്ള 100 ലിറ്റർ ക്വാണ്ടിറ്റിയിൽ ഐ ഹാവ് 25 ലിറ്റേഴ്സ്. ഞാൻ പറഞ്ഞു ഓരോ 5 ലിറ്ററിലും 2 ലിറ്റർ വാട്ടറാണ്. അപ്പോൾ 25 ലിറ്റേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഓരോ 5 ലിറ്ററിലും 2 ലിറ്റർ വാട്ടറാണ്. ഐ ഹാവ് 20 ലിറ്റേഴ്സ് അല്ലേ, എൻ്റെ കയ്യിൽ 25 ലിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 25 ലിറ്റേഴ്സ് ഉണ്ടെങ്കിൽ 2 × 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 40 കിട്ടും. 2 × 20 ചെയ്യുമ്പോൾ 40 കിട്ടും. അതേപോലെ ഇവിടെ 3 × 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 60 കിട്ടും. 3 × 20 ചെയ്യുമ്പം എനിക്ക് 60 കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്, നിങ്ങൾക്ക് അവരൊരു ടോട്ടൽ വാല്യൂ തന്നിട്ടുണ്ടാവും ഇൻറ്റു 2. നമുക്ക് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ 2 ന്യൂമറേറ്ററിൽ 2 എഴുതുക, ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് എഴുതും, ഈ 2 + 3യുടെ സം എഴുതും. അതിൻ്റെ കാരണം എന്താണ്, നമ്മൾ റേഷ്യോക്ക് അനുസരിച്ചിട്ടുള്ളൊരു ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൊത്തമുള്ള നമ്മൾ ഓരോ 5 പാർട്സ് നമ്മൾ എടുത്താൽ അതിൽ 2 പാർട്സ് മിൽക്ക് വാട്ടറാണ്, 3 പാർട്ട് മിൽക്കാണ്. സോ നമ്മൾ അതിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ എടുക്കുവാണ്, 2/5 എന്താണ് കിട്ടിയത്, 40 എന്ന് കിട്ടും. 100ൽ നിന്ന് 40 കുറച്ചാൽ നമുക്ക് 60 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്ലാസ്സിൽ നോക്കിക്കോളൂ, ഈ ക്ലാസ്സിൽ നമുക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, വി ഹാവ് 70 സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഓരോ 7 സ്റ്റുഡൻസിലും 3 സ്റ്റുഡൻസ് ആരാണ്, ബോയ്സ് ആണ്. ഓരോ 7 സ്റ്റുഡൻസിലും 4 സ്റ്റുഡൻസ് ആരാണ്, 4 സ്റ്റുഡൻസും ഗേൾസ് ആണ്. അപ്പോൾ ഇവിടെ മൊത്തം 70 പേരുണ്ട്. അപ്പോൾ 7 = 70. 1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 10 ആണ് അല്ലേ. 7 = 70 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ 10 ആണ്. അവിടെ എത്ര 7കൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ടോട്ടലിൽ നമ്മൾ എന്താണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത്, എന്താണ് നമുക്ക് തന്നിട്ടുള്ള ആ ടോട്ടൽ വാല്യൂവിൽ അല്ലേ, നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ വാല്യൂവിൽ എത്ര 7കളുണ്ട്. അതായത് നമുക്ക് റേഷ്യോക്ക് അനുസരിച്ചിട്ട് നമുക്കൊരു ടോട്ടൽ കിട്ടി, നമ്മുടെ റേഷ്യോക്ക് അനുസരിച്ച് നമുക്കൊരു ടോട്ടൽ കിട്ടി. ആ ടോട്ടലിൽ നമുക്ക് എത്ര 7 എന്താ പറയുക, നമ്മുടെ ഹോൾ ടോട്ടൽ, അതായത് റേഷ്യോക്ക് അനുസരിച്ചിട്ടുള്ള ആ ടോട്ടൽ നമുക്ക് തന്നിട്ടുള്ള റിയൽ ആക്ച്വൽ ടോട്ടലിൽ എത്ര പാർട്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 70ൽ എത്ര 7 ഉണ്ട്, 10 7 ഉണ്ട്. സോ 7നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 70 കിട്ടിയത്. സോ നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാൻ 4ന് നമുക്ക് 10 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് 40 കിട്ടും. നമ്പർ ഓഫ് ബോയ്സിനെ കണ്ടുപിടിക്കാൻ 3നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 30 കിട്ടും. ക്ലിയർ ആയോ, കോൺസെപ്റ്റ് ക്ലിയർ ആയോ? യെസ്. എല്ലാ സമയത്തും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണ സമയത്ത് അവർ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെ തന്നെന്നില്ല. അതായത് എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ടോട്ടൽ തന്നെ തന്നെന്നില്ല. ഏതെങ്കിലും ഒരു സംഭവം, അതായത് ഇപ്പോൾ 2 പാർട്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ വാല്യൂ തരും. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊക്കെ റേഷ്യോയുടെ ബേസിക്സ് ആണ്. റേഷ്യോയിൽ നമുക്ക് സിമ്പിൾ, അതായത് റേഷ്യോയുടെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ പറയുമ്പം വെരി ഈസി ടു വെരി വെരി ഹാർഡ് എന്നുള്ള ആ ഒരു ലെവൽ വരെ നമുക്ക് റേഷ്യോയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, റേഷ്യോയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻകം എക്സ്പെൻഡിച്ചർ, അതായത് ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ്. അതിൻ്റെ റേഷ്യോസ് അവർ തന്നിട്ടുണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്യുക. ഇൻകം എക്സ്പെൻഡിച്ചർ അതേപോലെ സേവിങ്സിൻ്റെ റേഷ്യോസും കാര്യങ്ങളും. റേഷ്യോസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ച് കാണുന്ന ഒരു സെക്ഷനാണ് ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ കോമ്പോണൻസ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് തരുന്നു 5:6 ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ, ഒരു ക്ലാസ്സിലെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണ്. യെസ്, 5:6 ആണ് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തരുവാണ്, ആ ക്ലാസ്സിൽ 500 ഗേൾസ് ഉണ്ട് എന്ന് തന്നു. ആ ക്ലാസ്സിൽ 500 ഗേൾസ് ഉണ്ട് എന്ന് തന്നു. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ബോയ്സ് എത്ര, ടോട്ടൽ എത്ര, ബോയ്സ് എത്ര, ടോട്ടൽ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. യെസ്, അപ്പോൾ നോക്കിക്കോളൂ,
അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ആൻസർ ചെയ്യാം. നമുക്കൊരു കാര്യം നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു ടോട്ടൽ എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ ഈ ഒരു റേഷ്യോ ടോട്ടൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇപ്പോൾ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ 5 + 6, 5 + 6 എന്താണ് 11 ആണ്. ഓരോ 11 പാർട്സിലും നമ്മുടെ ടോട്ടൽ ടീയുടെ അതിൽ നമ്മൾ 11 11 11 11 എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഓരോ 11ലും 5 പേര് ഗേൾസ് ആയിരിക്കും, 6 പേര് ബോയ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ 500 ഗേൾസ് ഉണ്ട് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ടോട്ടലിൽ 2 പാർട്ടുണ്ട്, ഒന്ന് നമ്പർ ഓഫ് ബോയ്സ് ആണ്, ഒന്ന് നമ്പർ ഓഫ് ഗേൾസ് ആണ്. അപ്പോൾ ഗേൾസ് ആണ് അവർ തന്നിട്ടുള്ളത് 500 എന്ന് തന്നിട്ടുള്ളത്. നമുക്കിത് നമ്മുടെ റേഷ്യോ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. മൊത്തം 11 മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ മൊത്തം 11 സ്റ്റുഡൻസ് ആണുള്ളത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിലെ സർട്ടൺ നമ്പർ ഓഫ് ബോയ്സ് ഉണ്ടാവും, അത് 6 ആണ്. അതിലെ സർട്ടൺ നമ്പർ ഓഫ് ഗേൾസ് ഉണ്ടാവും, അത് 5 ആണ്. അപ്പോൾ എനിക്ക് പറയാം 11 = T ആണ്, 6 = B ആണ്, 5 = 500 ആണ് അല്ലേ. യെസ്, നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിൽ 11 വാല്യൂ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് ബിയും ജിയും ആയിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ടി എന്താണെന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇതിലുള്ള വേറൊരു സംഭവം തന്നിട്ടുണ്ട്, ഗേൾസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. സോ 5 = 500 ആണെങ്കിൽ 1 = എന്താണ് 100 ആണ്. 5ൻ്റെ കൂടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, എനിക്ക് 100 കിട്ടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരുടെ കൂടെയും ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു 500 കിട്ടും. 5ൻ്റെ കൂടെ 100 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 500 കിട്ടിയത്. സോ അപ്പോൾ ബാക്കിയുള്ള വാല്യൂസിൻ്റെ കൂടെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് വാല്യൂസ് കിട്ടും വിത്ത് റെസ്പെക്ട് ടു 500. 500 അതായത് നമ്പർ ഓഫ് ഗേൾസ് 500 ആണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര നമ്പർ ഓഫ് ബോയ്സ് ഉണ്ടാവും, ആ ക്ലാസ്സിൻ്റെ ടോട്ടൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് കിട്ടും. അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, 11 × 100 ചെയ്യുമ്പം എനിക്ക് ടോട്ടൽ കിട്ടും, 6 × 100 ചെയ്യുമ്പം എനിക്ക് നമ്പർ ഓഫ് ബോയ്സ് കിട്ടും. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. ഇനി ചില സമയത്ത് നമുക്ക് ആവശ്യം വരുന്നൊരു കാര്യമാണ്, നമുക്ക് തരും A:B 3:4 ആണ്. ഓക്കെ, ഇത് നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വെർബൽ പ്രോബ്ലംസ് ചെയ്യണ സമയത്ത് നമുക്ക് എന്താവശ്യം വരും, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനുണ്ടാവും. നോക്കിക്കോളൂ, A:B B:C. നമുക്കിപ്പോൾ 4:5 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. A:B B:C നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 4:5 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളോട് അവർ കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വെർബൽ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് A:B:C എന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, വിത്ത് B 4 ആയിരിക്കുമ്പോൾ നമുക്കറിയാം A:Bയിലും B:Cയിലും കോമൺ ആയിട്ടുള്ള ആൾ ആരാണ്, B ആണ് അല്ലേ. A:Bയിലും അതായത് നമുക്ക് ഇതിനെ നമ്മൾ വേണമെങ്കിൽ കമ്പൈനിങ് റേഷ്യോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്പൈനിങ്, വി ക്യാൻ കോൾ ദിസ് ആസ് കമ്പൈനിങ് റേഷ്യോസ്. അപ്പോൾ 2 റേഷ്യോസിനെ നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു കാര്യം കോമൺ ആയിട്ട് ഉണ്ടായിരിക്കണം. 2 റേഷ്യോസ്, 2 അല്ലെങ്കിൽ 2ൽ കൂടുതലോ റേഷ്യോസ് നമ്മൾ ഏത് 2 റേഷ്യോസ് ആണോ നമ്മൾ കമ്പൈൻ ചെയ്യണേ അതിലേതെങ്കിലും ഒരു കാര്യം കോമൺ ആയിരിക്കണം. അപ്പോൾ ഇവിടെ A:B എന്നും B:C എന്ന് പറയുന്ന ഈ 2 റേഷ്യോസ് ഞാൻ കമ്പൈൻ ചെയ്യുവാണ്. സോ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോമൺ ആയ ആൾ ആരാണ്, B ആണ്. ഇനി ഈ റേഷ്യോ കമ്പൈൻ ചെയ്യണ സമയത്ത് എന്തിനാണ് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരാൾ, നമുക്ക് അതിൻ്റെ ആവശ്യം എന്താണ് നോക്കിക്കോളൂ. ഇപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു റേഷ്യോ A:D B:E. ഇങ്ങനെ 2 കാര്യത്തിൻ്റെ റേഷ്യോസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു A വിത്ത് റെസ്പെക്ട് ടു D അല്ലെങ്കിൽ D വിത്ത് റെസ്പെക്ട് ടു A ആണ്. വെറുതെ A ഇത്രയാണ് അല്ലെങ്കിൽ വെറുതെ D ഇത്രയാണെന്നല്ല നമ്മുടെ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A ഇത്രയാണെങ്കിൽ D ഇത്ര ഉണ്ടാവും, അല്ലെങ്കിൽ D ഇത്രയാണെങ്കിൽ A ഇത്ര ഉണ്ടാവും. ഇവർ രണ്ടുപേരും എന്താണ്, കണക്റ്റഡ് ആണ്. അതേപോലെയാണ് Bയും Eയും. B ഇത്രയാണെങ്കിൽ E ഇത്ര ഉണ്ടാവും,
സോ ഈ ഇത്രയാണെങ്കിൽ ബി ഇത്ര ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് റേഷ്യോസ് കമ്പൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോമൺ ആയ ഇപ്പോൾ എയും ഡിയും തമ്മിലാണ് റിലേഷൻ, ബിയും ഇയും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്യാതെ വേണം നമുക്ക് ടഫാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത് ഫാദർ 1 ആണ്, ഇത് സണ്ണ് 1 ആണ്. ഓക്കെ, ഇത് ഫാദർ 2 ആണ്, ഇത് സണ്ണ് 2 ആണ്. ഇത് ഫാദർ 1 ആണ്, ഇത് സൺ 1 ആണ്, ഇത് ഫാദർ 2 ആണ്, ഇത് സൺ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇവർ തമ്മിൽ, അതായത് ഇവിടെ ഈ ഫാദറും ഈ സണ്ണും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയ വേറൊരു ഫാദറും ആ സണ്ണും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഫാദറും ഈ സണ്ണും അല്ലെങ്കിൽ ഈ ഫാദറും ഇവർ 4 പേരും തമ്മിലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ഒരച്ഛനും ഒരു മോനും വേറൊരു സ്ഥലത്ത് വേറൊരു അച്ഛനും ഒരു മോനും ഉണ്ട്. ഇവർ തമ്മിൽ നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലുള്ള എന്താ പറയുക ടേംസ് തമ്മിലൊരു റിലേഷൻ ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം എന്താണ്, ഇവരാരും ഇൻ്റർ കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു കോമൺ ആയ ഒരു കാര്യമില്ല. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫാദർ 1 സൺ 1, സെയിം ഫാദർ 1 സൺ 2. ഇനി ഈ രണ്ട് സണ്ണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഈ രണ്ട് സണ്ണും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഡെറൈവ് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞാൽ ഈസിയാണ്. കാരണം എന്താണ്, രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ആയ ഒരു സംഭവമുണ്ട്. രണ്ടുപേരുടെയും ഫാദർ സെയിം ആണ്. രണ്ടുപേരും സൺ 1 ആയാലും സൺ 2 ആയാലും ഈ ഒരു സെയിം ഫാദറുമായിട്ട് റിലേറ്റഡ് ആണ്. അവരുടെ സൺ എന്നുള്ള ആ ഒരു രീതിയിൽ റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡോട്ടർ ആക്കാം, ഇവിടെ ഡോട്ടർ ആണെന്ന് വിചാരിച്ചോളൂ. ഡോട്ടർ ആയാലും സൺ ആയാലും ഈ സെയിം ഫാദറിൻ്റെ കൂടെ റിലേറ്റഡ് ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇത് അച്ഛനാണ്, ഇത് അവരുടെ മോനാണ്, ഇത് മോളാണ്. ഈ സണ്ണും ഡോട്ടറും എന്താണ്, സണ്ണും ഡോട്ടറും സിബ്ലിങ്സ് ആണ് എന്ന് എനിക്ക് പറയാം. പക്ഷെ അതേസമയം ഇവിടെ എന്താണ്, ഈ ഫാദർ വേറെ ആ സണ്ണ് വേറെ, ഈ ഫാദർ വേറെ ആ സണ്ണ് വേറെ. അപ്പോൾ ഈ രണ്ട് ഫാദേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ രണ്ട് സണ്ണ് തമ്മിൽ റിലേഷൻഷിപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഫാദറും ഈ സണ്ണും തമ്മിലും പറയാൻ പറ്റില്ല. ഈ ഫാദറും ഈ സണ്ണും തമ്മിൽ നമുക്ക് റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല. ഒരു കോമ്പിനേഷൻ എന്നുള്ള കാര്യം നടക്കില്ല. ഒരു പക്ഷേ ഇവിടെ S1 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ S1 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഫാദർ 2 വേണ്ട, ഇവിടെ ഒരു കാര്യം ചെയ്യാം, M എന്ന് കൊടുക്കാം, മദർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ രണ്ടുപേരിലും ഒരു കോമൺ ആയ ഒരാളുണ്ട്, സണ്ണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ഈ എമ്മിൻ്റെ മോനാണ് ഈ സണ്ണ്, അതായത് മദറിൻ്റെ മോനാണ് ഈ സണ്ണ്, ഫാദറിൻ്റെ മോനാണ് ഈ സണ്ണ്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈസിയാണ്. ഈസിയാന്നുള്ളത് മാത്രമല്ല, പോസിബിളായ ഒരു കാര്യമാണ്. കാരണം ഇത് മദറാണ്, ഇത് ഫാദറാണ്, ഇത് അവരുടെ സണ്ണാണ്. സോ ഇവർ രണ്ടുപേരും എന്താണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഇത് അവരുടെ സണ്ണാണ്. അപ്പം രണ്ട് റേഷ്യോസ് നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് ആ കോമ്പിനേഷൻ പോസിബിൾ ആവണമെങ്കിൽ ആ രണ്ട് റേഷ്യോനും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കോമൺ ആയ ഒരു കാര്യം ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇവിടെ അതേപോലെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ സണ്ണും ഈ മദറും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫാദറും ഈ മദറും തമ്മിലൊരു റിലേഷൻഷിപ്പൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യണമെങ്കിൽ പറ്റും. ബിക്കോസ് ദാറ്റ് ഈസ് എ കോമൺ ഫാക്ടർ, അല്ലെങ്കിൽ കോമൺ ആയ ഒരു കാര്യം അവിടെ എന്തുണ്ട്, സണ്ണുണ്ട്. ക്ലിയർ ആയല്ലോ? സോ അപ്പോൾ റേഷ്യോസ് കമ്പൈൻ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു കാര്യം കമ്പൈൻ ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ടുള്ള രണ്ട് റേഷ്യോയിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റേഷ്യോയിൽ ഇൻഡിപെൻഡൻസി പോസിബിൾ അല്ല. റേഷ്യോയിൽ ഒരിക്കലും ഇൻഡിപെൻഡൻസി പോസിബിൾ അല്ല. ഒരാൾ മറ്റേ ആൾക്കനുസരിച്ചിട്ടുള്ളൊരു വാല്യൂ ആണ് അല്ലേ, ഒരാൾ മറ്റേ ആൾക്കനുസരിച്ചിട്ടുള്ള വാല്യൂ ആണ്. സോ അവിടെ ഇൻഡിപെൻഡൻസി പോസിബിൾ അല്ല. അപ്പോൾ രണ്ട് റേഷ്യോസ്, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റേഷ്യോസ് കമ്പൈൻ ചെയ്യണ സമയത്ത് അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോലെ അവിടെ കോമൺ ആയ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ കോമൺ ആയിട്ട് ആരാണുള്ളത്? ബി ഉണ്ട്. ഇവിടെ വേറൊരു കാര്യം നോക്കിക്കോളും. ഞാൻ പറഞ്ഞു ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ എയുടെ വാല്യൂ 3 ആണ്. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ സിയുടെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പോൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന കോമൺ ആയ ഒരാൾ ഉണ്ടാവണം. ആ ആളുടെ വാല്യൂ എന്തായിരിക്കണം? അത്
സെയിം ആയിരിക്കണം. എല്ലാ സമയത്തും നിങ്ങൾക്ക് റേഷ്യോസ് കമ്പൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പം ആ കോമൺ ആയിട്ടുള്ള ആ ആളുടെ വാല്യൂ സെയിം ആവണം എന്നില്ല. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ബിയുടെ വാല്യൂ രണ്ട് കേസിലും 4 ആണ്. സോ നമുക്ക് ഈ റേഷ്യോനെ സിമ്പിളായിട്ട് കമ്പൈൻ ചെയ്യാം. 3:4:5 നോക്കിക്കോളൂ. ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ എ 3 ആണ്, ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ സി 5 ആണ്. സോ ആ ഒരു രീതിയിൽ സിമ്പിളായി നമുക്ക് ഡയറക്റ്റായിട്ട് ഈ റേഷ്യോസിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഇവിടെ 6 ആണെന്ന് വിചാരിച്ചു. ഇവിടെ കാര്യം രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരാളുണ്ട്, ബി ഉണ്ട്. പക്ഷെ അവർ രണ്ടുപേരും സെയിം അല്ല. നമുക്ക് ഒരു റേഷ്യോ തന്നേക്കണത്, ആദ്യത്തെ റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത് ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ അല്ലേ, ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ എയുടെ വാല്യൂ 3 ആണ്. രണ്ടാമത്തെ റേഷ്യോ ബിയുടെ വാല്യൂ 6 ആണെങ്കിൽ സിയുടെ വാല്യൂ 5 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ A:B:C എന്ന് എഴുതുമ്പം നമുക്ക് അവിടെ ഒരൊറ്റ ബിയുടെ വാല്യൂവേ എഴുതാൻ പറ്റുള്ളൂ അല്ലേ, അവിടെ ഒരൊറ്റ ബിയുടെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ട് ബി 4 ആയിരിക്കുമ്പം എ 3 ആണ്, അല്ലെങ്കിൽ ബി 6 ആയിരിക്കുമ്പം സി 5 ആണെന്ന് എഴുതാനാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് റേഷ്യോസ് ആയിട്ട് എഴുതിയാൽ മതി, നമ്മൾ കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കിക്കോളൂ. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഐദർ യു ക്യാൻ ടേക്ക് ദ LCM ഓഫ് ദീസ് ടു വാല്യൂസ്, ഐദർ യു ക്യാൻ ടേക്ക്, നമ്മൾ എന്താണ് LCM എന്താണ് HCF എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ ബേസിക് മാത്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്രാക്ഷൻസും അതിൻ്റെ ഓപ്പറേഷൻസ്, അതേപോലെ ഡെസിമൽ നമ്പേഴ്സും ഓപ്പറേഷൻസും, പിന്നെ എക്സ്പോണൻസും അതിൻ്റെ കുറേ എന്താ പറയുക റൂൾസും കാര്യങ്ങളും അതിൻ്റെ ഓപ്പറേഷൻസ്, പവേഴ്സ്, റൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, ഐഡൻറ്റിറ്റീസ് ഡിസ്കസ് ചെയ്തു. പിന്നെ കുറച്ച് സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, പിന്നെന്താണ്, യെസ്, അങ്ങനെ നമ്മൾ അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും, പെർസെൻറ്റേജിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു അതേപോലെ LCM, HCF, എങ്ങനെ നമുക്ക് LCM ഈസി ആയിട്ട് കാണാം, എങ്ങനെ HCF ഈസി ആയിട്ട് കാണാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യെസ്, സിംപ്ലിഫിക്കേഷൻ നമുക്ക് എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിലിമിനറി എക്സാമിനേഷനിൽ. സോ ആ സെഷൻസ് പോയി നിങ്ങൾ കാണുക. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ടാവും. യെസ്, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ LCM നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ രണ്ട് വാല്യൂസിനെയും മറ്റേ വാല്യൂ കൊണ്ട് ഇപ്പം നമ്മൾ പറയുമ്പം 4×6 LCM എന്താണ്, 4ൻ്റെയും 6ൻ്റെയും LCM 24 ആണ്. 4ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറയുന്നത് LCM 24 അല്ല 12 ആണ്. 4ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറയുന്നത് എന്താണ്, 12 ആണ്. യെസ്, അപ്പോൾ നോക്കിക്കോളൂ. അപ്പം ഞാനിവിടെ A:B കണ്ടുപിടിക്കാൻ പോവാണ്, B:C ആദ്യം കണ്ടുപിടിക്കാൻ പോകണം. എൻ്റെ ഫസ്റ്റ് പരിപാടി എന്താണ്, B രണ്ടും സെയിം ആക്കുക എന്നുള്ളതാണ്. സോ രണ്ട് സിറ്റുവേഷൻസിലും B എന്ന് പറയുന്ന ആൾ എന്തായി, 12 ആയി. നമ്മൾ പറഞ്ഞു റേഷ്യോ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്യണ സമയത്ത് എന്തെങ്കിലും രണ്ട് സംഭവത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. അതിലേക്ക് പുതിയ ആൾക്കാരെ ആഡ് ചെയ്യോ അല്ലെങ്കിൽ പുതിയതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിന് സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും ആ റേഷ്യോ എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ആദ്യം എൻ്റെ B എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 4 ആയിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ബിയുടെ വാല്യൂ 20 ആയി. 4ൻ്റെ കൂടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, 12 കിട്ടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, 3യുടെ കൂടെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് 9 എന്ന് കിട്ടാം. പുതിയ എൻ്റെ റേഷ്യോ എന്തായി, 9:12 എന്നായി. നിങ്ങൾക്ക് വേണമെങ്കിൽ 9:12 നിങ്ങൾക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ മിനിമൈസ്ഡ് ഫോമായ റേഷ്യോ 3:4 തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ നോക്കിക്കോളൂ. രണ്ടാമത്തെ കേസിൽ നമുക്ക് തന്നിട്ടുണ്ട് ബിയുടെ വാല്യൂ 6 ആണെങ്കിൽ നമ്മുടെ സിയുടെ വാല്യൂ 5 ആണ്. അപ്പം ഞാനിവിടെ ബിയുടെ വാല്യൂ 20 ആക്കി ഇവിടെ × 2 ആണ് ചെയ്തത്. അപ്പം ഞാൻ 5ൻ്റെ കൂടെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടി വരും, 10 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് മനസ്സിലായി രണ്ടും എന്താണ്, രണ്ടും 12 ആണ്. സോ എനിക്ക് എന്ത് പറയാം, 9:12:10 എന്ന് പറയാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ
LCM കണ്ടുപിടിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ചിലർക്ക് LCM കണ്ടുപിടിക്കാൻ അറിയില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കിക്കോളൂ. ചിലപ്പോൾ ചിലർക്ക് LCM കണ്ടുപിടിക്കാൻ അറിയാൻ പാടില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് റേഷ്യോസ് ആണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് അല്ലേ? ഈ രണ്ട് റേഷ്യോസ് ആണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. സോ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടുത്തെ ബിയുടെ വാല്യൂ, രണ്ടിലെയും കോമൺ ആയ ആൾ ആരാണെന്ന് നോക്കുക. ഇവിടുത്തെ ബിയുടെ ആൾ 6 ആണ്, ഇവിടുത്തെ ബിയുടെ വാല്യൂ 4 ആണ്. സോ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടുത്തെ ബിയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും 6. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടുത്തെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന മറ്റേ റേഷ്യോയുടെ ബിയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. 3 × 6 18 കിട്ടും. ഇവിടെ നമുക്ക് 24 കിട്ടും. ഇവിടെയും നമുക്ക് 6 × 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 × 4 ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. അതേപോലെ 5 × 4 ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. ഈ റേഷ്യോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിനിമൈസ് ചെയ്യാം. എല്ലാം 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 9:12:10. റേഷ്യോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതണമെങ്കിൽ എഴുതാം. ഇങ്ങനെ തന്നെ എഴുതി നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്താലും നിങ്ങൾക്ക് കറക്റ്റായ ആൻസറേ കിട്ടുള്ളൂ. കാരണം രണ്ടിൻ്റെയും റേഷ്യോ സെയിം ആണല്ലോ. രണ്ടും റേഷ്യോ ഉദ്ദേശിക്കുന്ന സെയിം ആണ്. നിങ്ങൾ 18:24:20 എന്ന് തന്നെ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ട് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടേണ്ട സെയിം ആൻസറേ കിട്ടുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. എല്ലാം 2 കൊണ്ട്, 2യുടെ മൾട്ടിപ്പിൾസ് ആണ്. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9, 12, 10. ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഈ 3 നമ്പേഴ്സിനെയും, അതായത് റേഷ്യോയിൽ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പം 5:6:9 ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ. ഇവിടെ 6 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിളാണ്, 9 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിളാണ്. സോ ഇവന്മാർ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്തിട്ട് 5:2:3 എന്ന് എഴുതിയാൽ അത് റോങ് ആണ്. ആ ഒരു റേഷ്യോയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ, അത് 2 ആയാലും 3 ആയാലും 10 ആയാലും 1000 ആയാലും ഏതെങ്കിലും ഒരു നമ്പറും കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം അതിലുള്ള ഈച്ച് ആൻഡ് എവറി നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റണം നമുക്ക്. ഇപ്പോൾ ഇവിടെ ഒരുപക്ഷെ 15 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 15നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 5:2:3 എന്ന് പറയുമ്പം അപ്പോൾ അതെന്തായി? അത് കറക്റ്റായി. അപ്പോൾ എല്ലാ വാല്യൂസിനെയും ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ പറ്റില്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വിടുക. അതിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ല, ഇതിപ്പം 3യുടെ മൾട്ടിപ്പിളാണ് അല്ലെങ്കിൽ 5യുടെ മൾട്ടിപ്പിളാണ്, ഓറൽസ് വേറെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ 20യുടെ അല്ലെങ്കിൽ 14ൻ്റെ മൾട്ടിപ്പിളാണ്, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും, കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്? ഈ 6 എന്ന് പറയുന്ന ആളെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 എന്ന് പറയുന്ന ആൾ ഇവരുടെ രണ്ടുപേരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇവർ 3 പേരെയും കമ്പൈൻ ചെയ്യുമ്പോഴുള്ള റേഷ്യോ കിട്ടും. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാം. A:B 7:8 ആണ്, B:C 9:13. ഇങ്ങനെ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കറിയാം രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം, ബി ഉണ്ടാവണം. ചില സമയത്ത് നിങ്ങൾക്ക് B:C എന്ന് തന്നതിന് പകരം C:B എന്ന് തരും. എന്നാലും നമുക്കറിയാം കോമൺ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, ബി ആണ്. സോ അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നിങ്ങളോട് അവർ ചോദിക്കുന്ന റേഷ്യോ A:B:C എന്നായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വാല്യൂസ് ചൂസ് ചെയ്യണ സമയത്ത് ബിയുടെ വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ആദ്യം നിങ്ങൾക്ക് ഓർഡറിലാണ് ചൂസ് ചെയ്യുക. A7 ആണ്, B8 ആണ്. പക്ഷെ ഇവിടുത്തെ ബിയുടെ വാല്യൂ എന്താണ്? ഈ ബിയുടെ വാല്യൂ 13 ആണ്. സിയുടെ വാല്യൂ ആണ് എന്ത്? 9. യെസ്. അപ്പോൾ ഓർഡർ തെറ്റിച്ച് തരും. ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം. ആ ഒരു എന്താ പറയുക, വേരിയബിൾസിൻ്റെ ഓർഡർ എന്താണോ അതേ ഓർഡറിലായിരിക്കണം നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടത്. സോ ഹിയർ ദ വാല്യൂ ഓഫ് ബി ഈസ് 13 ആൻഡ് ദ വാല്യൂ ഓഫ് സി ഈസ് 9. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ബിയുടെ വാല്യൂ 13 ആണ്, ഇവിടെ ബിയുടെ വാല്യൂ 88 ആണ്. ഇതിൻ്റെ ഒരു LCM എടുക്കുക, 13ൻ്റെയും
8ൻ്റെയും LCM നമ്മൾ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? 13 × 8ൻ്റെ LCM ആണ് നമുക്ക് കിട്ടുക. അതായത് 13 × 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ ആണോ കിട്ടണേ അതാണ് 13ൻ്റെയും 8ൻ്റെയും LCM ആയിട്ട് നമുക്ക് കിട്ടാൻ പോണത്. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ട് എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ഞാൻ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഞാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 7നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 151 എന്ന് കിട്ടും. 3 × 7 യെസ്, അല്ല സോറി 51 അല്ല 91 എന്ന് കിട്ടും അല്ലേ? യെസ്, 91 എന്ന് കിട്ടി. അതേപോലെ 8 × 13 ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 91 + 10 ചെയ്യുമ്പോൾ 101, അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പം 104 എന്ന് കിട്ടും. 9 × 8 ചെയ്യുമ്പം 72. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 104 2യുടെ മൾട്ടിപ്പിൾ ആണ്, 72 2യുടെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് അങ്ങ് ഡിവൈഡ് ചെയ്ത് എഴുതാമെന്ന് വിചാരിക്കരുത്, കാരണം 91 എന്തല്ല 2യുടെ മൾട്ടിപ്പിൾ അല്ല. ഇനി അതല്ല നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ 91നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക, നിങ്ങൾക്ക് അവിടെ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് 45.5 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. 45 + 45 90 ആണ്. സോ 91നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദി ആൻസർ 45.5. അപ്പോൾ 45.5 ഈസ് 52 ഈസ് 36 ആണെങ്കിൽ അത് കറക്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യണതിന് പകരം വേറൊരു സിമ്പിളായ ഒരു മെത്തേഡ് ഉണ്ട്, നോക്കിക്കോളൂ. സിമ്പിളായ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെയും മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മളൊരു മോർ ദാൻ 2 റേഷ്യോസ് നമ്മൾ ചെയ്യണ സമയത്ത്, 2 റേഷ്യോസിൽ കൂടുതൽ റേഷ്യോസ് നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ ഈ രണ്ട് രീതിയിലും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. നമുക്ക് കാൽക്കുലേഷൻസ് ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ യെസ്, അവിടെ ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് നമുക്ക് പാടായിരിക്കും. സോ അതിനാണ് ഈ ഒരു എളുപ്പ വഴി, നോക്കിക്കോളും. ഇപ്പോൾ 5 = 7, 8 = 6 വേണ്ട, 8 = 9 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. നമുക്ക് കമ്പൈൻ ചെയ്യാനുള്ളത് ആരെയാണ്? എ ബി സീനെയാണ്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ABC എന്ന് എഴുതി, ABC എന്ന് ഞാൻ എഴുതി. ഇവിടെ ഞാൻ 5 7 എന്ന് എഴുതി, ഇവിടെ ഞാൻ 8 9 എന്ന് എഴുതി. ഓക്കെ, കാരണം അറിയാം A 5 ആണ്, B 7 ആണ്, രണ്ടാമത് B 8 ആണ്, C ആരാണ്? 9 ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത്, ഇപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ അപ്പുറത്തൊരു പറമ്പിൽ അല്ലെങ്കിൽ ഇപ്പുറത്തൊരു പറമ്പിൽ നമുക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? സോ അങ്ങനത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ പറമ്പ് നമ്മൾ യൂസ് ചെയ്യും. അവിടെ ആൾക്കാർ വന്ന വരെ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും കാര്യം ചെയ്യണ വരെ നമ്മൾ ആ ഒരു സമയം വരെ നമ്മൾ ആ ഒരു പറമ്പ് നമ്മൾ കയ്യേറും അല്ലേ? അങ്ങനത്തെ ഒരു പ്രാക്ടീസ് നമുക്കുണ്ട്. അതേപോലെയാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്ക് ആര് വരും? ഈ 7 വരും. ഈ ഗ്യാപ്പിലേക്ക് ആര് വരും? ഈ 8 വരും. ക്ലിയർ ആയോ? നമ്മൾ ചിലപ്പോൾ അവിടെ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും പല ആവശ്യങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു സ്പേസിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഫുഡ് ഇതാക്കാൻ വേണ്ടി അവിടെ 2 ടേബിളും 2 കസേര ഇട്ട് അവിടെ നമ്മൾ ഫുഡ് വിളവും. ഇങ്ങനെ നമ്മൾ ആ പറമ്പിനെ നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കയ്യേറും എന്ന് പറയണ പോലെ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലേക്ക് 7 വന്നിരിക്കും, ഇപ്പുറത്തെ ഗ്യാപ്പിലേക്ക് 8 വന്നിരിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവരെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നോക്കിക്കോളൂ, 5 × 8 40 കിട്ടും, 7 × 8 56 കിട്ടും, 7 × 9 63 കിട്ടും. ക്ലിയർ ആയോ? ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ നിങ്ങൾ 7 കൊണ്ട് ചെയ്യുന്നു. നമുക്ക് സെയിം ആൻസർ ആണോ കിട്ടണേന്ന് നോക്കാം. 40 56 63 കണ്ടോ? അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. ക്ലിയർ ആയോ? നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് 2ൽ കൂടുതൽ റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. അപ്പോൾ 2ൽ കൂടുതൽ റേഷ്യോസ് കമ്പൈൻ ചെയ്യുമ്പം ഏത് നമ്പറും കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം 2 ഒരുപാടുണ്ടല്ലോ. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതായത് ഇന്ന നമ്പറും കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അടുത്തത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അടുത്തത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ആ ഒരു ടെൻഷനിൽ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് 9 11 13 15 ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ABC ഇങ്ങനെ നിരത്തി എഴുതുക. 9 11 13 15
ഇവിടെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് C/B എന്ന് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് ബിയുടെ വാല്യൂ സിയുടെ വാല്യൂ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 13 ഇവിടെ കയ്യേറും, 11 ഇവിടെ കയ്യേറും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവന്മാരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ 11 × 15 ചെയ്യുമ്പം 150, 160, 165 അല്ലേ? യെസ്. അതേപോലെ 143. ഓക്കെ. 9 × 13 ചെയ്യുമ്പം 13 × 10 എന്ന് പറയുന്നത് 130 ആണ്. 130ന്ന് 9 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 121 കിട്ടും. സോറി, 9 അല്ല, 130ന്ന് 13 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 130ന്ന് 10 പോയാൽ 120 കിട്ടും, 117 കിട്ടും. സോ ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. ക്ലിയർ ആയോ? 117:143:165. കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറും കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഐഡിയാസ് കിട്ടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. നമുക്കത് എന്താ പറയുക, സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ കറക്റ്റായിട്ട് കിട്ടിക്കോളും. യെസ്, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് 3 റേഷ്യോസ് കമ്പൈൻ ചെയ്യാം. A/B 3:4, B/C 5:6, C/D 7:8. അപ്പം ഞാൻ പറഞ്ഞു 2 റേഷ്യോസ് നമ്മൾ കമ്പൈൻ ചെയ്യണ സമയത്ത് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാകും. സോ ഈ 2 റേഷ്യോസ് കമ്പൈൻ ചെയ്യുമ്പം B എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. ഈ 2 റേഷ്യോസ് കമ്പൈൻ ചെയ്യുമ്പം C എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. ഒരു പക്ഷേ ഇവിടെ A/D ആണെന്ന് വിചാരിക്കുക. ഇവിടെ C/Dക്ക് പകരം A/D ആണെങ്കിൽ മനസ്സിലാക്കുക, ഇവർ രണ്ടുപേരെയും നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, ഇവർ രണ്ടുപേരെയും നമ്മൾ കമ്പൈൻ ചെയ്യും, ഇവർ രണ്ടുപേരെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. കാരണം കോമൺ ആയിട്ടുള്ള ആൾ ആരാണ്? A ആണ്. സോ അതൊക്കെ നിങ്ങൾ വേണം നിങ്ങളുടെ പ്രോബ്ലംസ് ചെയ്യുമ്പം നിങ്ങൾ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ C/D എന്ന് കൊടുക്കും. ഓക്കെ. അപ്പം ഞാനിവിടെ നിരത്തി എഴുതാൻ പോവാണ്. ABCD 3 4 ആണ്, 5 6 ആണ്, 7 8 ആണ്. യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ പറഞ്ഞു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട്. സോ ആ 2 ഗ്യാപ്പും 4 കയ്യേറി. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ ആ ഒരു ഗ്യാപ്പിന് 6 കയ്യേറി. ഇവിടുത്തെ ഒരു ഗ്യാപ്പിൽ 5 വന്നു. ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട്. ആ 2 ഗ്യാപ്പിൽ ആര് വന്നു? 7 വന്നു. ഇനി ഇവരെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ 3 പേരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആയോ? ഈ 3 പേരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 × 5 15 ആണ്. 15 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് 7 എന്ന് പറയുമ്പം 105 കിട്ടും അല്ലേ? യെസ്. അതേപോലെ 4 × 5 20 ആണ്. 20 × 7 നമ്മൾ ചെയ്യുമ്പം 140 കിട്ടും. ഇനി 6 × 7 42 ആണ്. 42ഉം 4ഉം നമ്മൾ ചെയ്യുമ്പം 42 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 168 അല്ലേ? കാരണം 40 × 4 എത്രയാണ്? 140 ആണ്. 2 × 4 ചെയ്യുമ്പോൾ നമുക്ക് 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 168 കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ്? 8 × 6 48 × 4 ആണ്. 48 × 4 എന്ന് പറയുമ്പോൾ 50 × 4 200 ആണ്. -8 നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 192 കിട്ടും. ക്ലിയർ ആണോ നോക്കാം? യെസ്. ശരിയാണോ? 192 ആണ്. ഓക്കെ, ശരിയാണ്. സോ ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോസ് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞ് ചില സമയത്ത് അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചില സമയത്ത് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അങ്ങനെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്കിങ്ങനെ റേഷ്യോസ് കമ്പൈൻ ചെയ്യാനുണ്ടാവും. സോ അങ്ങനെ റേഷ്യോസ് നമുക്ക് കമ്പൈൻ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലിയർ ആയല്ലോ? യെസ്. യെസ്. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ. ഇനി ചില സമയത്ത് നിങ്ങൾക്ക് റേഷ്യോസ് തരുമ്പം അവർ ഫ്രാക്ഷൻസ് തരും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ A/B/C = 1/2
5:3:6:5 ഇങ്ങനെ അവർ റേഷ്യോസ് തരും. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് റേഷ്യോസ് അവർ തരുമ്പം ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഫ്രാക്ഷൻസിന് നമ്മൾ ഹോൾ നമ്പേഴ്സ് ആക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഹോൾ നമ്പേഴ്സ് ആക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യും. നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ആയിതർ നമ്മൾ ഈ തൊട്ട് മുമ്പ് നമ്മുടെ റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ആ രണ്ട് വാല്യൂസിൻ്റെ കോമൺ ആയ അതിൻ്റെ ആ രണ്ട് വാല്യൂസിൻ്റെ LCM എടുക്കാം, അല്ലെങ്കിൽ അവരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഒന്നെങ്കിൽ 2, 3, 5 ഈ 3 വാല്യൂസിൻ്റെ LCM. ചില വാല്യൂസിൻ്റെ LCM കണ്ടുപിടിക്കാൻ നമ്മളത് മൂന്നിൻ്റെയും പ്രോഡക്റ്റ് കാണാനുണ്ടാവും. നമ്മൾ LCMൻ്റെ കാര്യത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. 2 നമ്പേഴ്സിൻ്റെ LCM കാണുമ്പോൾ എങ്ങനെയാണ്, 2 or 3 നമ്പേഴ്സിൻ്റെ LCM കാണുമ്പോൾ എങ്ങനെയാണ് കോമൺ ആയിട്ട് എന്താ പറയുക ഏതെങ്കിലും, അതായത് രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ രണ്ടിനും എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ LCM എങ്ങനെ കാണും. ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ആ സെഷനിൽ പഠിച്ചതാണ്. ആ ഒരു സെഷൻ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 1 hour ഉണ്ടാവും LCMൻ്റെയും HCFൻ്റെയും ആ ഒരു സെഷൻ. ആ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് നമ്പേഴ്സിൻ്റെയും, ചെറിയ നമ്പേഴ്സ് ആണെങ്കിലും വലിയ നമ്പേഴ്സ് ആണെങ്കിലും യു ക്യാൻ ഫൈൻഡ് ദ LCM ആൻഡ് HCF. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ 2, 3, 5 ഇതിനങ്ങനെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ പറഞ്ഞു പോയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, അല്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ, അതായത് ഈ ഒരു റേഷ്യോയുടെ സെഷനാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് LCM HCF ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് കാണാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ സ്കൂളിൽ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ട്രഡീഷണൽ മെത്തേഡാണ്. ആ ഓരോ നമ്പേഴ്സും കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് എല്ലാ നമ്പേഴ്സും 1, 1 എന്നാക്കിയിട്ട് നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കും. ആ രീതിയിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻ പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നമ്മൾ LCM HCF ഒക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. സോ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ ആ സെഷൻസ് പോയി കാണും. അപ്പോൾ ഇവിടെ 2, 3, 5 എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് കോമൺ ഫാക്ടേഴ്സ് നമുക്കൊന്നും പറയാനില്ല. അതിൻ്റെ LCM എന്ന് പറയുന്നത് ആക്ച്വലി ഇത് മൂന്നിൻ്റെയും പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് LCM കാണാം. നിങ്ങൾക്ക് LCM എന്നുള്ള ഒരു ടോപ്പിക്ക് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ LCM കാണും. ഇനി നിങ്ങൾക്ക് LCM കാണാൻ അറിയാൻ പാടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിനോമിനേറ്ററിൽ തന്നിട്ടുള്ള 3 നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റ് കാണുക. അപ്പോൾ നോക്കിക്കോളൂ, 3 × 2 6 ആണ്, 6 × 5 30 ആണ്. സോ അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ ഈ റേഷ്യോയിലുള്ള എല്ലാ വാല്യൂസിനെയും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ആ പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ ഈ റേഷ്യോയിലുള്ള എല്ലാ വാല്യൂസിനും, നമുക്കറിയാം റേഷ്യോയിലുള്ള ഒരു വാല്യൂവിന് നമ്മൾ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്താൽ ആ പരിപാടി എല്ലാ വാല്യൂസിലും നമുക്ക് ചെയ്യണം അല്ലേ. അതാണ് ഈ റേഷ്യോയുടെ ഒരു പ്രത്യേകത. അപ്പോൾ കാരണം റേഷ്യോയിൽ ഒരാൾ മാറുമ്പം മറ്റേ ആളും മാറും, ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ ഈ കണ്ടുപിടിച്ച പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 30 × half. അപ്പോൾ എൻ്റെ റേഷ്യോ ഇങ്ങനെ ആവും, 30 × 5/3, 30 × 6/5. എന്തിനാണ് ഇവരുടെ പ്രോഡക്റ്റ്, നമ്മൾ എന്താണ് ഒരു റാൻഡമായ ഒരു നമ്പർ ചൂസ് ചെയ്യാതെ, റാൻഡമായിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യാതെ ഇവരുടെ പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് നോക്കിക്കോളൂ. ഞാൻ റാൻഡമായി ഇപ്പം 42 എന്ന് പറഞ്ഞൊരു നമ്പർ ചൂസ് ചെയ്യുകയാണ്. റാൻഡമായി ഞാനൊരു 42 എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്യുവാണ്. അപ്പോൾ നോക്കിക്കോളൂ അല്ലേ, നമുക്ക് ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും നമ്മുടെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് എല്ലാ വാല്യൂസിലും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണ സമയത്ത് എല്ലാ വാല്യൂസിലും വാല്യൂസിലും സെയിം നമ്പർ കൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ദെൻ പിന്നെ എന്താണ് നമ്മളൊരു റാൻഡമായ ഒരു നമ്പർ ചൂസ് ചെയ്യാതെ ഇവരുടെ LCM അല്ലെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണ് നോക്കിക്കോളൂ. നമ്മൾ അങ്ങനെ ഒരു റാൻഡം നമ്പർ ചൂസ് ചെയ്യുമ്പം ഈ 42 എന്ന് പറയുന്ന ആൾ 2 കൊണ്ട് ഡിവിസിബിളാണ്, നമുക്ക് 21 എന്ന് കിട്ടും. 42 എന്ന് പറയുന്ന ആൾ 3 കൊണ്ട് ഡിവിസിബിളാണ്. ഡിവിസിബിലിറ്റി റൂൾസ് 1 to 20 വരെയുള്ള 1 നമുക്കറിയാം, 2 to 20 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ ബാങ്ക് എക്സാമിനേഷൻ അല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏതൊക്കെ എക്സാമിനേഷൻസിലാണോ ഉള്ളത് അവിടെ എല്ലാം നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ നല്ലതാണ്. ഡിവിസിബിലിറ്റി റൂളും അറിഞ്ഞിരിക്കണം, വൺസ് പ്ലേസ് കമ്പാരിസൺ മെത്തേഡും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്ഷൻസ് നോക്കി നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻസ് നോക്കിയിട്ട്. യെസ്. അതേപോലെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യണ സമയത്ത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസ് ചെയ്യണ സമയത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, അല്ല 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് അയ്യോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ടഫാണ്. കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് ഡിവിസിബിലിറ്റി കണ്ട പാടെ തന്നെ ഓക്കെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. സോ അതിനാണ് നമ്മുടെ എക്സാമിനേഷനിൽ ഈ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ ഈ നമ്പർ 10 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പക്ഷേ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പല ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ 42 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, നമുക്ക് കിട്ടും 14 എന്ന് കിട്ടും അല്ലേ? ഇവിടെ പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, 42 എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഡിവിസിബിൾ അല്ല? 5 കൊണ്ട് ഡിവിസിബിൾ അല്ല. 42 എന്ന് പറയുന്ന ആൾ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡെസിമൽ നമ്പർ കിട്ടും. എൻ്റെ ഇവിടെ ഫ്രാക്ഷനിലുള്ള വാല്യൂസിനെ ഹോൾ നമ്പേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ പിന്നെയും ഞാനൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒരു ഡെസിമൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വാല്യൂ കിട്ടുവാണെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മളൊരു റാൻഡമായ ഒരു നമ്പർ ചൂസ് ചെയ്യാത്തത്. ഇവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇവരുടെ LCM എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? LCM അല്ലെങ്കിൽ ഈ 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആവുമ്പം ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്കിവിടെ ആവശ്യമുള്ള ആ 3 നമ്പേഴ്സ് കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. നോക്കിക്കോളൂ, 2 എന്ന് പറയുന്നത് 30ൽ 2 ഡിവിസിബിൾ ആണ്, 33 കൊണ്ടും ഡിവിസിബിൾ ആണ്, 35 കൊണ്ടും ഡിവിസിബിൾ ആണ്. സോ ദാറ്റ്സ് വൈ വി ആർ നോട്ട് ചൂസിങ് എ റാൻഡം നമ്പർ. ഇൻസ്റ്റഡ് വി ആർ ചൂസിങ് LCM or the product of those 3 numbers. ഒന്നെങ്കിൽ ആ 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ 3 നമ്പേഴ്സിൻ്റെ LCM നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണതാണ്. നമുക്കറിയാം LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം ആ 3 നമ്പേഴ്സിൻ്റെയും കോമൺ ആയ മൾട്ടിപ്പിൾ ആണ്. അതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് ആര്? LCM. 3 പേരുടെയും പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ അതുകൊണ്ടാണ് നമ്മൾ റാൻഡമായ നമ്പേഴ്സ് ചൂസ് ചെയ്യാത്തത്. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ പുതിയ റേഷ്യോ എന്തായി? എൻ്റെ പുതിയ റേഷ്യോ 15:10:6 എന്നായി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫ്രാക്ഷനായി ഏതെങ്കിലും വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം? ഇങ്ങനെ ഹോൾ നമ്പേഴ്സ് ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫർദർ ആ പ്രോബ്ലം ചെയ്യാം. ക്ലിയർ ആയല്ലോ? യെസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതൊക്കെ നമ്മുടെ റേഷ്യോ എന്നുള്ള ചാപ്റ്ററിലെ ബേസിക്കായ കോൺസെപ്റ്റ്സ് ആണ്. റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ വളരെ ബേസിക്കായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. റേഷ്യോ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ അതിൻ്റെ കുറച്ച് കാൽക്കുലേഷൻസും ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ അതാണ് നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടല്ലോ അല്ലേ? യെസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A:B:C. 2/9, 5/8, 6/7. സോ ഇതാണ് എന്ത്? എൻ്റെ പുതിയ റേഷ്യോ. 2/9, 5/8, 6/7. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് LCM എടുക്കാം. നമുക്കിതിൻ്റെ ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു കോമൺ ഫാക്ടർ ഒന്നും നമുക്ക് പറയാനില്ല. സോ നമുക്കിതിൻ്റെ LCM എന്ന് പറയുമ്പം ഇതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് 9 × 8 × 7 ആണ്. 8 × 7 എന്താണ്? 56 ആണ്. സോ 56 × 9 എന്ന് പറയുമ്പോൾ 56 × 10 560 ആണ്. അതിൽ നിന്നൊരു 56 കുറയ്ക്കുമ്പോൾ ഇവിടെ 4 കിട്ടും, 504. സോ എൻ്റെ LCM അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 504 ആണ്. അതുകൊണ്ടാണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ. യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2/9 × 504 is to 5/8 × 504 is to 6/7 × 504. ഓക്കെ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കാം. ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും, ബാലൻസ് 5 ഉണ്ട്, 56. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടും, ബാലൻസ് 2, 63. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 7, 72. അപ്പോൾ നമ്മുടെ പുതിയ റേഷ്യോ എന്താണ്? 56 × 2 is to 63 × 5 is to 6 × 70. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ 56 × 2 ചെയ്യുമ്പം 112 കിട്ടും, 63 × 5 ചെയ്യുമ്പം 315 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും?
432 കിട്ടും. യെസ്, ക്ലിയർ ആണല്ലോ? കറക്റ്റ് അല്ലേ? 12 ബാലൻസ് 1 11 കറക്റ്റാണ്. 5 ബാലൻസ് 1 31. യെസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് അല്ല, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് നിങ്ങൾക്ക് ഹോൾ നമ്പേഴ്സ് ആക്കി മാറ്റാം. ഫ്രാക്ഷൻസിൽ കാൽക്കുലേഷൻസ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് പാടായിരിക്കും. സോ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യാം. ഇനി ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തരും, 2a = 5b = 7c. യെസ്, ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തരും, ഇല്ലെങ്കിൽ എങ്ങനെ തരും, അതായത് 2 times of a, 2 times of a = 5 times of b and that is equal to 7 times of c. ക്ലിയർ ആയോ? അതായത് എന്താണ്, 2 times of a is equal to 5 times of b that is equal to 7 times of c. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും നോക്കിക്കോളൂ. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾക്ക് 2a = 5b, 2a = 5b ആണ്. സോ ഇത് നിങ്ങൾക്ക് a/b കാണാം. a/b = 5/2 അല്ലേ? അപ്പോൾ എനിക്കതിൽ നിന്ന് എന്ത് കിട്ടി, a/b കിട്ടി, 5/2. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ നോക്കിക്കോളൂ. 5b = 7c ആണ്. സോ ഐ ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് b/c. b/c 7/5 ആണ്. സോ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, b/c കിട്ടി. b/c 7/5 ആണ്. ഇവിടെ നോക്കിക്കോളൂ, a/b ഉണ്ട്, b/c ഉണ്ട്. എനിക്ക് റേഷ്യോസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടതെന്ന് അറിയാം, നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. സോ അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, a/b/cയുടെ റേഷ്യോ കാണാം, 5:7:5 അല്ലേ? ഇവിടെ 2 വരും, ഇവിടെ 7 വരും. സോ എനിക്ക് കിട്ടി 35 14 10 അല്ലേ? ഈ ആൾ അല്ലെങ്കിൽ നമുക്ക് ഈ ആളെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 35 കിട്ടും, 14 കിട്ടും, 2 കൊണ്ട് ചെയ്യുമ്പം 10 കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം, ഐദർ യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്. ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കി. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്, ആ 3 നമ്പേഴ്സ് എടുക്കുക, 2 5 7. എഗെയിൻ ഒന്നെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 2 × 5 10 × 7 എന്താണ്, 70 ആണ്. യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ നോക്കിക്കോളൂ, 2a = 5b = 7c തന്നിട്ട്, അപ്പോൾ നമുക്കറിയാം ഇത് 3ൻ്റെയും വാല്യൂ സെയിം ആണ്. എന്തെങ്കിലും രണ്ട് കാര്യം a = b എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്, എയുടെ വാല്യൂ എന്താണോ അത് തന്നെയാണ് ബിയുടെ വാല്യൂ. a = b = c എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താണോ അതാണ് ബിയുടെ വാല്യൂ, അതാണ് സിയുടെ വാല്യൂ. അപ്പോൾ ഇവിടെ 2a = 5b = 7c കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം എന്താണ്, 2aയുടെ വാല്യൂ എന്തിന് ഈക്വൽ ആണോ അതിന് അതേ വാല്യൂ ആണ് 5b, അതിൻ്റെ വാല്യൂ തന്നെയാണ് 7c. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഇവർ 3 പേരെയും ഞാൻ ഇവരുടെ LCM അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാല്യൂയിലേക്ക് ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ റാൻഡം നമ്പർ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ എന്തുകൊണ്ടാണ് റാൻഡം നമ്പർ ചൂസ് ചെയ്യാതെ ഒരു LCM അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പെർഫെക്റ്റായി നമുക്ക് ഡിവൈഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ആളെയും ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. 2a = 70. സോ a എന്താണ്, 35 ആണ്. 5b = 70. സോ b എന്താണ്, 14 ആണ്. 7c = 70. സോ c എന്താണ്, 7 ആണ്. സോ എനിക്കിപ്പോൾ കിട്ടി a/b/c 35 14 സോറി 7 അല്ല, ഇവിടെ 10 ആണല്ലേ, 10. ക്ലിയർ ആയോ? ഈ സെയിം ആൻസർ ആണ് നമ്മൾ നേരത്തെ മറ്റേതിന് മുമ്പ് നമ്മൾ ചെയ്ത രീതിയിൽ നമ്മൾ ചെയ്തപ്പോഴും വി ഗോട്ട് ദ സെയിം ആൻസർ. യു ക്യാൻ ഫോളോ എനി ഓഫ് ദീസ് 2 മെത്തേഡ്സ്. ഈ 2 മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലിയർ ആയല്ലോ? യെസ്.
യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക്കായ കാര്യങ്ങൾ. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലംസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ച കുറേ ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് പോകും. അത് കൂടാണ്ട് കുറച്ച് നമുക്കറിയാലോ ഓരോരോ ചാപ്റ്ററിൽ അതിൻ്റേതായ കുറേ കോൺസെപ്റ്റ്സ്. ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതേപോലെ നമ്മളൊരു സെഷൻ ആ പെർസെൻറ്റേജിൻ്റെ കുറേ ബേസിക്കായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ പഠിച്ച ആ ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ കുറേ ഏരിയാസിൽ അപ്ലൈ ചെയ്തു. അത് കൂടാണ്ട് നമ്മുടെ ആ ചാപ്റ്ററിൽ വേറെ ഒരുപാട് എക്സ്ക്ലൂസീവ് നമ്മൾ ഒരു എന്താ പറയുക പല ക്വസ്റ്റ്യൻസ് ചെയ്യണ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. യെസ്, അതേപോലെയാണ് നമ്മൾ റേഷ്യോയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ റേഷ്യോയിലെ ബേസിക്കായ കാര്യങ്ങളാണ്. നമ്മൾ അതായത് റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമം കാര്യങ്ങൾ. റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഒരു ഈസിയായ ഒരു പ്രോബ്ലം കിട്ടിയാലും അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായ ഒരു പ്രോബ്ലം കിട്ടിയാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മിനിമം ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്നും പറഞ്ഞ് വിചാരിക്കരുത് ഓക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യാം എന്നല്ല. ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യണമെങ്കിൽ യെസ് യു ഷുഡ് നോ ദിസ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഏതൊരു പ്രോബ്ലം റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലും വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല കാര്യങ്ങൾ പറഞ്ഞു പോകും. ഇഷ്ടം പോലെ പ്രോബ്ലംസ് നമ്മൾ പെർസെൻറ്റേജിനൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാ ലെവലിലുള്ള പ്രോബ്ലംസും അതായത് ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സെഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വിട്ടിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവില്ല. ഇതിൻ്റെ ഒരു നമ്പറിൽ വേരിയേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ടാവാം എന്നല്ലാതെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങൾ വിട്ടിട്ട് വേറെ ഒരു ചോദ്യം ചോദിക്കാൻ ഈ ഒരു ചാപ്റ്ററിൽ ഇല്ലാത്ത രീതിയിൽ അത്രയും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ പല കോൺസെപ്റ്റ്സ്, അതായത് ഇപ്പോൾ റേഷ്യോയിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പം പല രീതിയിൽ നമുക്ക് ചെയ്യാം. സിമ്പിളായ രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഷോർട്ട് ട്രിക്ക് എന്നൊക്കെ പറയില്ലേ. യെസ്, അപ്പം അത് പല രീതിയിൽ നമുക്കതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ആ കോൺസെപ്റ്റിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് അതിൻ്റെ ആക്ച്വൽ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് തന്നെ ഡിറൈവ് ചെയ്ത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. യെസ്, അപ്പോൾ എന്തായാലും ഈ ഒരു റേഷ്യോസിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ എന്താ പറയുക എസെൻഷ്യൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അവിടെ ഒരു റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഏതൊക്കെ രീതിയിലാണ് മിനിമം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മിനിമം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സെഷൻ തൊട്ട് നമുക്ക് പ്രോബ്ലംസും ആ പ്രോബ്ലംസ് വഴി നമുക്ക് മനസ്സിലാക്കേണ്ട പല കോൺസെപ്റ്റ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബേസിക് സെഷൻ ബേസിക് ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയുക ഏത് ബാങ്കിൻ്റെ എക്സാമിനേഷനും നിങ്ങൾക്ക് ബാങ്ക് എക്സാമിനേഷൻ മാത്രമല്ല എൻട്രൻസ് എക്സാമിനേഷനും നിങ്ങൾക്ക് സുഖമായിട്ട്
ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ശ്രമിക്കണത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സ്റ്റാൻഡേർഡിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് ഡെപ്തിൽ എന്ത് ക്വാളിറ്റിയിലാണോ അവർക്ക് അവിടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. കുറേയൊക്കെ അതിന് പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ കോമൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പം യെസ് എൻ്റെ ആ ഒരു ശ്രമം കുറേയൊക്കെ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പുതിയ രീതിയിലുള്ള സജഷൻസും കാര്യങ്ങളും അതൊന്ന് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉടനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഉടനെ ചെയ്യാമില്ലെങ്കിൽ നമുക്ക് ഫർദർ അണ്ടർ കൺസിഡറേഷനിൽ വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മുടെ ചാനൽ കുറച്ചൊക്കെ ഒന്ന് സക്സസ്ഫുൾ ആയതിനു ശേഷം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലും ഒരുപാട് ഐഡിയാസ് ഉണ്ട്. സോ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ആയ സപ്പോർട്ട് വേണം. സോ അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോസും അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യെസ്, അപ്പോൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിനേഷൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. യെസ്, അപ്പം ഇന്നത്തെ ഈ ഒരു മിഷൻ ബാങ്കറിൻ്റെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ കുറച്ച് റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കോൺസെപ്റ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.